ഇപ്പോൾ വരുന്നൊരു വാർത്ത. കോഴിക്കോട് മൂർഖന്റെ കടിയേൽക്കാതെ 12 വയസ്സുകാരൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. മജീഷ്യൻ ശ്രീജിത്ത് വിയൂരിന്റെ വീട്ടിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം. കുട്ടി രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. മുറ്റത്ത് നടന്നു പോകുന്നതിനിടെ കുട്ടിയുടെ നേരെ മൂർഖൻ പത്തി വിടർത്തുന്നത് ദൃശ്യങ്ങളിൽ കാണാം. കുട്ടി അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയായിരുന്നു. അവിടെ നടന്നു പോകുന്നതിനിടയിലാണ് പത്തി വിടർത്തി മൂർഖൻ എത്തുന്നത്. ആ സമയത്ത് കുട്ടി തിരിഞ്ഞോടുന്നുണ്ട്. ആ സമയത്ത് പാമ്പും പിന്നീട് കുട്ടിയുടെ പിന്നാലെ പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഷഹദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷഹദ്, കുട്ടി അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. അവനത് നോക്കിയതുകൊണ്ടും പകൽ വെളിച്ചമായതുകൊണ്ടും കണ്ടു. നമ്മൾ പറഞ്ഞതാണ്, നല്ല ചൂട് കാലമാണ്, തണൽ പറ്റി വന്നതാണ് മൂർഖനെന്ന് തോന്നുന്നു. എന്തായാലും കുട്ടി അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. വീടിൻ്റെ മുകളിലേക്കൊക്കെ ഇഴഞ്ഞു കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പാമ്പ്. പക്ഷേ കുട്ടി എത്തിയത് ആ സമയത്ത് നല്ല വെളിച്ചത്തിൽ കുട്ടി പാമ്പിനെ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലേ ഷഹദ്? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, അങ്ങനെയാണ്. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, അതായത് CCTV ദൃശ്യത്തിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അതായത് ഈ സർപ്പം അല്ലെങ്കിൽ പാമ്പ് നേരത്തെ തന്നെ അവിടെ ഉണ്ട്. മാത്രമല്ല ആ ബാത്റൂമിന്റെ ഓസുകളിലൂടെ അത് മുകളിലോട്ട് കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ പലപ്പോഴായിട്ട് താഴേക്ക് വീഴുകയാണ്. മാത്രമല്ല ആ മുറ്റം അത് ഇന്റർലോക്ക് ചെയ്ത മുറ്റമാണ്. അപ്പോൾ അതിന് ആ മുറ്റത്തും കൃത്യമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം അതങ്ങനെ സ്ലിപ്പായി പോവുകയാണ്. അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ്, അതായത് ആ വീടിന്റെ സൈഡിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് പോകുന്ന ഘട്ടത്തിലാണ് ഈ കുട്ടി അതിലൂടെ കാഷ്വലായിട്ട് നടന്നു പോവുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഈ പാമ്പിനെ മുന്നിൽ കാണുന്നത്. ഉടൻ തന്നെ കുട്ടി തിരിഞ്ഞോടുന്നുണ്ട്. ആ തിരിഞ്ഞോടുന്ന ഘട്ടത്തിലാണ് ഈ പാമ്പ് പത്തി വിടർത്തുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ പാമ്പ് അവിടുത്തെ ചുമരിലേക്കും ഒപ്പം തന്നെ കുട്ടിക്ക് പുറകെയും ഓടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഭാഗ്യത്തിന് പകൽ വെളിച്ചമായതുകൊണ്ട് തന്നെ കുട്ടി ഈ പാമ്പിനെ കൃത്യമായിട്ട് കണ്ടു എന്നുള്ളതാണ്. പക്ഷേ കൃത്യമായിട്ട് കണ്ടു എന്ന് പറയുമ്പോഴും അതിന് തൊട്ടടുത്തെത്തിയ ഘട്ടത്തിലാണ് കുട്ടി കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. പക്ഷേ പിന്നീട് അവിടുന്ന് വീട്ടിലുള്ള ആളുകൾ ആ പാമ്പിനെ ഓടിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പിന്നീട് പാമ്പ് പല വഴിക്കായിട്ട് പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കൊയിലാണ്ടിയിലാണ്. കൊയിലാണ്ടി കൊല്ലം വിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് രക്ഷപ്പെട്ടത്. താങ്ക് യു ഷഹദ്. പ്രിയ പ്രേക്ഷകരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ ചൂടുള്ള സമയങ്ങളിൽ തണൽ പറ്റി വരുന്ന ഈ ഇഴജന്തുക്കൾ അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ പുറത്തേക്കിറങ്ങുന്ന ടോർച്ച് നിർബന്ധമായും കയ്യിൽ കരുതുക. പടിയുടെ ചേർന്നുള്ള ഭാഗങ്ങളിൽ, പടിക്കെട്ടിൽ, അതേപോലെ ചെരുപ്പിനുള്ളിൽ, ഹെൽമറ്റിനുള്ളിലൊക്കെ പാമ്പിനെ കാണാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് കുട്ടികൾ.